ദേശീയപാത 85 ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതിന് സർക്കാർ ഹൈക്കോടതിയിൽ ഇനിയും അനുകൂലമായ സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിൽ ദേശീയപാത സംരക്ഷണ സമിതി തുടർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്ന വിഷയത്തിൽ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളുന്നതിനായി നാളെ അടിമാലിയിൽ വിശാല കൺവെൻഷൻ സംഘടിപ്പിക്കും. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് പുലർത്തുന്നുവെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആരോപണം. ദേശീയപാത 85 ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഇനിയും അനുകൂലമായ സത്യവാങ്മൂലം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് തുടർ പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ടു പോകാൻ ദേശീയപാത സംരക്ഷണ സമിതി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. റോഡ് കടന്നുപോകുന്ന ഭാഗം റവന്യൂ ഭൂമിയാണെന്നതിന് എല്ലാ തെളിവുകളും കൈവശമുണ്ടായിട്ടും റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗം വനമാണെന്ന് പറഞ്ഞ് സർക്കാരിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ജൂലൈ 11 നൽകിയ സത്യവാങ്മൂലമാണ് നിർമ്മാണ വിലക്കിന് കാരണമായതെന്നും ആഗസ്റ്റ് 21 കോടതി കേസ് പരിഗണിച്ചപ്പോൾ സർക്കാരിന്റെ അഭിഭാഷകൻ റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗം വനമല്ല എന്ന വാക്കാൽ പറഞ്ഞതിന് പകരം കൈവശമുള്ള റവന്യൂ രേഖകൾ കോടതിയെ സമർപ്പിച്ചിരുന്നെങ്കിൽ റോഡ് നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിയുമായിരുന്നുവെന്നും ദേശീയപാത സംരക്ഷണ സമിതി നേതൃത്വം വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ 18 കോടതി കേസ് വീണ്ടും പരിഗണിച്ചിട്ടും റോഡിന് അനുകൂലമായ സത്യവാങ്മൂലം സർക്കാർ സമർപ്പിക്കാത്തത് ഈ വിഷയത്തിനുള്ള സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നും ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ഇടതുപക്ഷ ഭരണകക്ഷിയിലെ നേതാക്കന്മാരെല്ലാവരും പറയുന്നു അവിടെ വനമല്ല, അത് റോഡ് പണിയാനുള്ള അനുമതി കൊടുക്കും, അതിനുവേണ്ടി അപേക്ഷിക്കും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അത് നടപ്പാകുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് സമ്മർദ്ദം എന്നുള്ള നിലയിലാണ് ഈ കൺവെൻഷൻ. ഈ കൺവെൻഷൻ തീർച്ചയായും വലിയ ഒരു സമരത്തിന് നമ്മൾ ആഹ്വാനം ചെയ്യേണ്ടതായിട്ട് വരും. ഗവൺമെന്റിന്റെ ഈ തെറ്റായ നിലപാട്, ജനദ്രോഹപരമായ നിലപാട്, റോഡ് തടയുന്ന നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഈ അവസരം ബഹുജനങ്ങളായിട്ടുള്ള റോഡുമായി ബന്ധപ്പെട്ട കേസ് കോടതി വീണ്ടും ഈ മാസം 7 പരിഗണിക്കും. സർക്കാർ കോടതിയിൽ റോഡ് നിർമ്മാണത്തിന് അനുകൂലമായ സത്യവാങ്മൂലം നൽകണമെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആവശ്യം. അല്ലാത്ത പക്ഷം വിഷയത്തിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായും മറ്റിതര സംഘടനകളുമായും കൈകോർത്ത് തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങാനാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ തീരുമാനം. വിഷയത്തിൽ തുടർ നടപടികളും പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളുന്നതിനായി നാളെ അടിമാലിയിൽ വിശാല കൺവെൻഷൻ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം 2 അടിമാലി ക്ലബ്ബിലാണ് വിശാല കൺവെൻഷൻ നടക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി.